Children, today we will learn about how you can customize your taskbar. So what do you mean by taskbar? Taskbar in the computer can you see my cursor? So this is called taskbar. ഏറ്റവും താഴെയായിട്ട് ഒരു bar കാണുന്നില്ലേ നിങ്ങള്? Yes, Rilakshmi, can you see me? See this? Yes, don't unmute. You can show me thumbs up if you are seeing this. Taskbar എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? Can you see my cursor? Can you see my cursor? or pointer കാണുന്നില്ലേ? You can see the pointer, right? Arrow. You can't see? This is the taskbar. താഴെ ഒരു bar കാണുന്നുണ്ടോ നിങ്ങള്? അതായത് ഒരു ഗ്രേ കളറിൽ you can see that this is called the window. Okay. So താഴെയുള്ള ഇതിനെയാണ് നിങ്ങളെ ടാസ്ക് ബാർ എന്ന് പറയുന്നത്. Okay. So this is called the task bar. So അവിടെ കുറെ icons ഒക്കെ ഉണ്ടാവും. You can see here. Okay. So again you can customize your task bar. Okay. Again what you need to do? You need to click on start. You can go to settings. Then choose personalization. Then click on the task bar. Okay. So when the lock taskbar button is on, you can view the taskbar even while working on another apps or processes. Okay. So endana avade oru option undu. I will show you after this. Okay, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത്. അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. When the lock taskbar button is on, you can view the taskbar. So അവിടെയുള്ള lock taskbar button on എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട്. സോ അതിനെ ഓൺ നമ്മൾ കൊടുക്കുമ്പം നമ്മളിപ്പോ ഞാനിപ്പോ നിങ്ങളെ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ് അല്ലേ? യു ക്യാൻ സീ ദ പവർ പോയിന്റ് ഹിയർ. ഞാനിപ്പോ ഒരു സ്ലൈഡ് ഇവിടെ ഇട്ടിരിക്കുകയാണ്. സോ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും യു ക്യാൻ വ്യൂ ദ ടാസ്ക് ബാർ. താഴെ നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു ബാർ കാണുന്നുണ്ടോ? ഗ്രേ കളർ. സോ ദിസ് ഈസ് ബ്ലാക്ക് കളറിൽ കാണുന്നത് ദാറ്റ് ഈസ് എ വിൻഡോ. സോ അതിന് താഴെയായിട്ട് ദിസ് ഈസ് കോൾഡ് ദ ടാസ്ക് ബാർ. സോ ഈ ടാസ്ക് ബാർ ഞാൻ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ പവർ പോയിന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടെ യു ക്യാൻ വ്യൂ ദ ടാസ്ക് ബാർ. എപ്പോഴാണ്? when the taskbar button is on. ഓൺ കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഓൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റേത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും യു ക്യാൻ വ്യൂ ദ ടാസ്ക് ബാർ. ഓക്കെ. then what you can do? The bar just highlight any activity or update in the process. അവിടെ ബാഡ്ജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതും again if we are keeping it on, സോ ഇവിടെ എന്തെങ്കിലും അപ്ഡേറ്റ്, ഇവിടെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും. അതായത് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രോഗ്രാംസുകളും ആപ്സുകളും ഒക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? സോ അതിനുള്ളത് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നുകൊണ്ടിരിക്കും. സോ ബാഡ്ജസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്തിട്ടാൽ എന്താണ് സംഭവിക്കുക? യു വിൽ ഗെറ്റ് ഓൾ ദ അപ്ഡേറ്റ്സ്, യു വിൽ ഗെറ്റ് ഓൾ ദ നോട്ടിഫിക്കേഷൻസ് ഹിയർ ഇൻ ദ ടാസ്ക് ബാർ. ഓക്കെ. സോ ദെൻ വാട്ട്? The default taskbar position is at the bottom of the screen and can be moved to any edge of the screen. So normally ഒരു സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാല് ടാസ്ക് ബാറിന്റെ പൊസിഷൻ നിങ്ങളുടെ ഈ താഴെയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇവിടുന്ന് വലിച്ച് നിങ്ങളുടെ ഇവിടെ സൈഡിലോ അല്ലെങ്കിൽ മേളിലോ ഒക്കെ കൊണ്ട് മാറ്റാൻ പറ്റും. ഓക്കെ. സോ ദീസ് ആർ ദ ആക്ടിവിറ്റീസ് യു ക്യാൻ ഡു വിത്ത് യുവർ ടാസ്ക് ബാർ. ഓക്കെ. നൗ ഐ വിൽ ഷോ യു ഹൗ ടു ചേഞ്ച് ദിസ്. ഓക്കെ. So here you can see my cursor, no? So again where we will go? We will go to start. Start എന്ന് പറഞ്ഞപ്പോൾ ഒരു വിൻഡോ പൊങ്ങി വന്നത് നിങ്ങൾ കണ്ടോ? So this is called what? This is the task bar. ഞാൻ ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത ഈ ഒരു ബാറിനെയാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് നമ്മൾ പോയിട്ട് എന്താണ്? again we need to go to settings. Okay. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞിട്ട് സെറ്റിംഗ്സ് എന്താണ്? പിന്നെ എന്താണ്? പേഴ്സണലൈസേഷൻ. ഓക്കെ. പേഴ്സണലൈസേഷനിൽ പോയിട്ട് എന്തായിരുന്നു? നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു. ബാക്ക്ഗ്രൗണ്ട് ഇവിടുന്ന് ചേഞ്ച് ചെയ്തു. then we changed color. then here it is. what is it? is task bar. Okay, today we are studying about task bar അല്ലേ? So task bar എടുത്തു. ഇവിടെ നിങ്ങൾ നോക്കി അറിയാം കുറെ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? So first option എന്താണ്? lock the task bar. നമ്മൾ പഠിച്ചു എന്തായിരുന്നു? first one, when the lock task bar button is on, you can view the task bar while even working on another process. So ഞാൻ ഇവിടെ എന്റെ
ടാസ്ക് ബാർ ബട്ടൺ ഓണിലാണ്. കണ്ടോ ഇവിടെ ഒരു ബ്ലൂ ഹൈലൈറ്റഡ് ആയിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഓൺ. സോ ഇത് ഇങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ ഓഫ്. കണ്ടോ ഇതിപ്പോ ഹൈലൈറ്റ് ആയത് മാറിപ്പോയി. സോ ദിസ് ഈസ് വൈറ്റ് നൗ. സോ ഇറ്റ് ഈസ് ഇൻ ഓഫ് പൊസിഷൻ നൗ. ഓക്കെ. സോ ഇവിടുന്ന് ഈ ബട്ടനെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചിടുമ്പോഴാണ് ദാറ്റ് ഈസ് കമ്മിങ് ഇൻ ഓൺ പൊസിഷൻ. സോ ഓണിലിടുമ്പോ ഇറ്റ് ഈസ് ലൈക്ക് ബ്ലൂ കളർ. കണ്ടോ? ഓക്കെ. സോ നൗ ദ ലോക്ക് ടാസ്ക് ബാർ ബട്ടൺ ഈസ് ഓൺ. സോ ഓണിലിടുമ്പോ നമുക്ക് എന്താണ് സംഭവിക്കുക? നമ്മളിപ്പം വേറെ ഏത് ഇപ്പൊ നമ്മളൊരു പിക്ചർ കാണുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കണം, ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യണം, അതിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഇവിടുത്തെ ഈ ടാസ്ക് ബാർ നമുക്ക് കാണാൻ പറ്റും. സോ യു നീഡ് ടു കീപ് ദ ലോക്ക് ടാസ്ക് ബാർ ബട്ടൺ ഓൺ. ഓണിലിട്ടാൽ മാത്രമേ ഉള്ളൂ ഈ ടാസ്ക് ബാർ എന്ന് പറയുന്നത് ഇവിടെ താഴെ ഡിസ്പ്ലേ ആവത്തുള്ളൂ. ഓക്കെ. ദെൻ എന്താണ് നമ്മൾ പഠിച്ചത്? Then we studied that the badges highlight any activity or update in the apps. So ഇവിടെ badges എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. Show badges on taskbar buttons. കണ്ടോ? Again it is on. ഓണിലിടുമ്പോഴാണ് ഈ ബ്ലൂ കളർ വരുന്നത്. ഓക്കെ. സോ ഷോ ബാഡ്ജസ് ഓൺ ടാസ്ക് ബാർ ബട്ടൺസ്. ഇതിപ്പോ ഓണിലാണ്. സോ ഓണിലായിരിക്കുമ്പോഴത്തെ എന്താണ്? ഇപ്പൊ ഇവിടെ ഈ ഒരു പൊസിഷനിൽ എന്റെ കർസർ കാണുന്നുണ്ട്, റൈറ്റ് എൻഡില് യു ക്യാൻ സീ ദ ഡേറ്റ് ടൈം ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അല്ലെ? സോ ഇവിടെ യു വിൽ ഗെറ്റ് എനി നോട്ടിഫിക്കേഷൻ. ഇവിടെ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് തരും, ഇങ്ങനെ വരും. യു വിൽ എന്താണ് നിങ്ങളുടെ, അതായത് എന്താണ് നിങ്ങളുടെ വേർഡിന്റെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ലൈക്ക് നിങ്ങളുടെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ അതിനുള്ള ടൈം ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ഈ ബാഡ്ജസ് ഓൺ ആയിട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുള്ളൂ. അതുകൂടാതെ ഇപ്പൊ എന്റെ നെറ്റ്വർക്ക്, ഞാനിപ്പോ വൈഫൈ വഴി കണക്റ്റഡ് ആണ്. സോ എന്റെ നെറ്റ്വർക്ക് ഇവിടെയാണ് വരുന്നത്. സോ നെറ്റ്വർക്ക് ഇപ്പൊ ഡിസ്കണക്ട് ആവുകയാണ്. സോ അഗൈൻ ഇവിടെ ഒരു മെസ്സേജ് വരും, യുവർ നെറ്റ്വർക്ക് ഈസ് ബീങ് ഡിസ്കണക്റ്റഡ്. സോ അങ്ങനെയൊക്കെ നമുക്ക് പോപ്പ് അല്ലെങ്കിൽ മെസ്സേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? യുവർ ബാഡ്ജ് ഷോ ബാഡ്ജസ് ഓൺ ടാസ്ക് ബാർ ബട്ടൺ. ഈ ബട്ടൺ ഓൺ ആയി കിടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ടാസ്ക് ബാറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. ഓക്കെ. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? The default taskbar position is at the bottom of the screen and can be moved to any edge of the screen. സോ നിങ്ങളുടെ ഡീഫോൾട്ട് എന്ന് പറയുന്നത് ഈ ടാസ്ക് ബാർ വന്നിട്ട് താഴെയായിട്ട് ഉണ്ടാവുക, ഇങ്ങനെ ഒരു താഴെ ഒരു ഇതായിട്ട് കിടക്കും. സോ ഇവിടെ അല്ലാതെ എനിക്ക് ഇവിടുന്ന് മാറ്റിയിടാൻ പറ്റും. Now I'll show you. സോ ഇങ്ങോട്ട് മാറിയത് കണ്ടോ? ടാസ്ക് ബാർ ഇങ്ങോട്ട് മാറിയത് കാണുന്നുണ്ടോ നിങ്ങള്? ഇപ്പൊ എന്റെ റൈറ്റ് സൈഡിൽ ടാസ്ക് ബാർ വന്ന് കിടക്കുകയാണ്. ക്യാൻ യു സീ? ദിസ് ഈസ് കോൾഡ് ദ ടാസ്ക് ബാർ. റൈറ്റ് എൻഡിൽ, എന്റെ സിസ്റ്റത്തിന്റെ റൈറ്റ് എൻഡിൽ കാണുന്നുണ്ടോ? അതായത് ഒരു ലെൻസിന്റെ പടം ഉണ്ട്, കണ്ടോ? കാണുന്നുണ്ടോ? സോ ദിസ് ഈസ് കോൾഡ് ടാസ്ക് ബാർ. ഇത് നേരത്തെ എവിടെയായിരുന്നു? ഇത് താഴെയായിരുന്നു. ഓക്കെ. സോ ടാസ്ക് ബാർ ലൊക്കേഷൻ ഓൺ സ്ക്രീൻ ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ ടാസ്ക് ബാർ ലൊക്കേഷൻ ഓൺ സ്ക്രീൻ. സോ ഇതിവിടെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോ റൈറ്റിൽ ഇട്ടിരിക്കുകയാണ്. റൈറ്റിന്ന് ടോപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ സോ യു ക്യാൻ സീ ദ ടാസ്ക് ബാർ നൗ ഇൻ ദ ടോപ്പ്. കാണുന്നുണ്ടോ? ടാസ്ക് ബാർ മേളിൽ പോയത് കാണുന്നുണ്ടോ? മേളിൽ നോക്കി ഏറ്റവും ടോപ്പ് എൻഡിൽ എന്റെ സിസ്റ്റത്തിന് ഇത് ഇപ്പൊ ടാസ്ക് ബാർ വന്നിട്ട് മേളിലാണ് അല്ലേ? സോ അവിടുന്ന് പിന്നെ ടോപ്പിൽ നിന്ന് പിന്നെ റൈറ്റ് ബോട്ടം ഞാൻ താഴേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്, താഴെ. ഓക്കെ. സോ അഗൈൻ ഇറ്റ് കെയിം ബാക്ക് ടു ദ ബോട്ടം പൊസിഷൻ. സോ യു ക്യാൻ ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദ ടാസ്ക് ബാർ. ഓക്കെ. സോ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇതാണ് നമ്മൾ 3 കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? വെൻ ദ ലോക്ക് ടാസ്ക് ബാർ ബട്ടൺ ഈസ് ഓൺ. സോ ഇത് ഓൺ ആവുമ്പോൾ നമ്മുടെ ഏത് അതർ വർക്ക് ചെയ്യുമ്പോഴുന്ന സമയത്ത് നമുക്ക് ടാസ്ക് ബാർ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ദെൻ വി സ്റ്റഡീഡ് അബൌട്ട് വാട്ട് ദ ബാഡ്ജസ്. ബാഡ്ജസ് ഓൺ ആയി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമുക്ക് ഇവിടെ മെസ്സേജ് ആയിട്ട് ഇവിടെ കാണിക്കാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യും. പിന്നെ എന്താണ്? ടാസ്ക് ബാറിന്റെ നമുക്ക് പൊസിഷൻ മാറ്റാൻ പറ്റും. താഴെയോ മേളിലോ ബോട്ടമിലോ റൈറ്റിലോ ലെഫ്റ്റിലോ ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഓക്കെ. സോ നൗ യു ക്യാൻ വാച്ച് ദിസ് വീഡിയോ ഓൾസോ.
Children, I hope it's clear.